ഹലോ പുടുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു വെറൈറ്റി ഒന്നുമല്ല, ഭയങ്കര നമ്മളെ കണ്ണൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ഷേപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐലൈനർ അല്ല, ഒരു ഒരു ഫുൾ ഐ മേക്കപ്പ് അങ്ങനെയൊക്കെ പറയാം. ബട്ട് മേക്കപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഫുൾ കൺമഷി കൊണ്ടായിരിക്കും നമ്മൾ കളി. സോ നമ്മുടെ കണ്ണ് നല്ല ഷേപ്പായി കിട്ടാനാണ്. അങ്ങനെ കുറേ ആൾക്കാർ പറയാറുണ്ട് ഞങ്ങളെ കണ്ണ് അത്ര ഷേപ്പൊന്നുമല്ല, ബട്ട് എത്ര ഐലൈനർ ഇട്ടാലൊന്നും ഭംഗി ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്നവരൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ കണ്ണ് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൺസീലർ യൂസ് ചെയ്യണം, നിർബന്ധമാണ്. സോ എനിക്ക് അത്രയൊന്നുമില്ല, ബട്ട് എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഐ ഷാഡോ എടുക്കുന്നുണ്ട് കേട്ടോ, മാർസിൻ്റെയാണ്. സോ ഇതിൽ ഞാൻ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്, ചെറിയ രീതിയിൽ ലൈറ്റായിട്ട്. കാരണം നിങ്ങൾ കോളേജിലോ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അതിന് മാത്രമൊന്നും നിങ്ങൾ വാരി പൊത്തണ്ട, ഇച്ചിരി മാത്രം ഇടുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡാർക്ക് കളേഴ്സ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ കൺസീലറൊക്കെ എടുത്ത് കാണിക്കുക, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്, നല്ല അടിപൊളി കാജൽ എടുക്കുക. നിങ്ങൾക്ക് ഹിമാലയൻ്റെ ഒക്കെ എടുക്കുക. ഞാൻ എടുക്കുന്നത് നൈക്കൻ്റെ ഒരു കാജലാണ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യാറ്, നമ്മുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. ആ ലിഡിൻ്റെ അവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വരച്ചു കൊടുക്കാൻ നോക്കുക. സോ ഈ ഒരു ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇത് സ്മഡ്ജ് ചെയ്താലും കുഴപ്പമില്ല, നല്ല ലുക്കാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇടുമ്പോഴും നല്ല ലുക്കാണ്. ഇനി ഇത് കുറച്ചിനെ സ്മഡ്ജാവും, അപ്പോഴും കാണാൻ നല്ല ലുക്കായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പരക്കത്തില്ല, ബട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്മഡ്ജ് കിട്ടും. അപ്പോൾ നമ്മൾ മുകളിൽ മാത്രം ഇട്ട് കൊടുക്കാൻ നോക്കുക. നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ പൊന്തിച്ചിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ട് നമ്മൾ എന്തായാലും ഇട്ട് കൊടുത്താൽ മതി. അതിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിലും ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം. ഞാൻ കട്ടിക്കൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഐലൈനർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിൻ്റെ മുകളിലൂടെ. പക്ഷെ എന്താണെന്ന് പറയുക, കട്ടി കൂടും, അത് ഭംഗി ഉണ്ടാവില്ല. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മഡ്ജായിട്ട് നിൽക്കും, അത് ഭയങ്കര ലുക്കാണ് കാണാൻ. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കുഞ്ഞ് ഷേപ്പാക്കി കൊടുക്കുകയാണ് നമ്മുടെ കണ്ണിന്. ജസ്റ്റ് ഒരു വാലെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ടച്ചപ്പ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞാൻ മുകളിൽ നിന്ന് തന്നെ, അവിടെ നിന്ന് തന്നെ അതായത് നമ്മൾ ആ കണ്ണിൻ്റെ അടിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഐലൈനർ വന്നിട്ട് ഇതേതാണ്, കെ ബ്യൂട്ടീൻ്റെ ഐലൈനറാണ്. ഞാനത് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, കാരണം വെച്ചാൽ എനിക്ക് ഐലൈനറൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ മസ്കാര ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ നോക്കുക എത്രത്തോളം ലുക്ക് ഉണ്ടെന്നുള്ളത്. ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്ന ഐ മേക്കപ്പ് ലുക്കിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നെഗറ്റീവ് അടിക്കുന്ന സീതാമാരോടും കൂടി പറയണം, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നേ പറയുള്ളൂ, അത് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.